തിരുവനന്തപുരം വിഴിഞ്ഞത്ത് യുവാവ് ഷോക്കേറ്റ് മരിച്ചു എന്നുള്ള ഒരു വാർത്ത കുറച്ചു മുൻപ് വന്നതാണ്. നെയ്യാറ്റിൻകര സ്വദേശി രാഹുൽ വിജയനാണ് മരിച്ചത്. ക്ഷേത്ര പരിസരം വൃത്തിയാക്കുന്നതിനിടെ ഷോക്കേൽക്കുകയായിരുന്നു. ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളിയാണ് രാഹുൽ. സുനിഷ യലൂർ നമുക്കൊപ്പം. സുനിഷ, എങ്ങനെയാണ് രാഹുലിന് ഷോക്കേറ്റത്? സുജിയ, കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആഴിമല ക്ഷേത്രത്തിലെ ജീവനക്കാരനാണ് ഈ രാഹുൽ. ഇദ്ദേഹം ക്ലീനിങ്ങിനായി, അതായത് ചിങ്ങം 1 നാളെ, അതുകൊണ്ട് തന്നെ പൂർണ്ണമായും പരിസരമൊക്കെ തന്നെയും ക്ലീൻ ചെയ്യാനായാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഈ എയർ ഗൺ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു സമീപത്തെ പരിസരമൊക്കെ തന്നെയും ക്ലീൻ ചെയ്തിരുന്നത്. പക്ഷേ അതിൽ നിന്ന് ഷോക്ക് ഏൽക്കുകയായിരുന്നു എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അതുവഴി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കെ ഷോക്ക് ഏൽക്കുകയായിരുന്നു. ഷോക്കേറ്റ് വീണ് കിടക്കുന്ന സ്ഥിതിയിലായിരുന്നു. അങ്ങനെയാണ് മറ്റു ജീവനക്കാർ ഇയാളെ കാണുകയും പിന്നാലെ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തത്. പക്ഷേ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും ആഴിമല ക്ഷേത്രത്തിലെ ക്ലീനിങ് സ്റ്റാഫായി ജോലി ചെയ്യുകയായിരുന്നു. 26 വയസ്സാണ് രാഹുലിനുള്ളത്. ഇന്നലെ ഈ ക്ലീനിങ്ങിന്റെ ഭാഗമായി പൂർണ്ണമായും എല്ലാ പരിസരവും വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായാണ് എത്തിയിരുന്നത്. അത്തരത്തിൽ ആദ്യഘട്ടത്തിൽ എല്ലായിടവും, അതായത് ക്ഷേത്രത്തിന്റെ മുൻവശം ഒക്കെ തന്നെയും വൃത്തിയാക്കി പരിസരം, മറ്റ് പറമ്പിലേക്ക് പരിസരമൊക്കെ വൃത്തിയാക്കുന്നതിലേക്ക് കടന്നപ്പോഴാണ് ഈ ഷോക്കേൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ എയർഗണ്ണിന്റെ ഏതെങ്കിലും തരത്തിൽ ഈ ഷോക്കേൽക്കുന്ന തരത്തിൽ വയറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നു എന്നതടക്കമുള്ളത് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം ഇന്ന് സംസ്കരിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. സുനിഷ യലൂരാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.